കേട്ടാ. മോൾക്ക് സ്കൂൾ ഫീ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അന്ന്. പ്രതീക്ഷിക്കാതെ വന്ന ആ ഹോസ്പിറ്റൽ കേസ് കാരണം ഞാൻ നീക്കി വെച്ചതൊക്കെ തീർന്നുപോയി. മോളെ മോളെ ബെല്ല, നേരം വൈകൂട്ടാ, വന്ന് ഭക്ഷണം കഴിക്കേ. ദാ വരണു. ഈ കറിയൊന്നും ഒരു രസവുമില്ല. എനിക്ക് വേണ്ട ഈ ചോറ്. ഇതാ മോളെ സ്കൂൾ ഫീസ്. പപ്പയ്ക്കിത് നേരത്തെ തരായിരുന്നില്ലേ? മോളെ ഇങ്ങനെ പറയല്ലേ. ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു പോ മോളെ. കുട്ടികളെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കൂ. നാളെ നമ്മുടെ സ്കൂളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നന്ദി പറയേണ്ട ഒരാളിനായി ഒരു കുറിപ്പോ സമ്മാനമോ നൽകണം. നാളേക്കുള്ള ഗിഫ്റ്റ് വാങ്ങാൻ ഞാനിന്ന് പോകുന്നുണ്ട്. നീ വരുന്നുണ്ടോ? ടീച്ചർ പറഞ്ഞതുപോലെ എനിക്കങ്ങനെ ആരോടും നന്ദി പറയാനില്ല. ബെല്ല, നീ എന്താ ആലോചിക്കുന്നേ? നാളത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ഡേയെ കുറിച്ച് ടീച്ചർ പറഞ്ഞതാണോ? നീ നിന്റെ ചുറ്റുമുള്ളവരെ നോക്കൂ. നിന്റെ മാതാപിതാക്കൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ. നിനക്കു ലഭിക്കുന്ന ഓരോ കാര്യത്തിൻ്റെ പിന്നിലും ഒരാളുടെ കരുതലുണ്ട്. ബെല്ല, നീ എൻ്റെ കൂടെ വരൂ. മോളുടെ സ്കൂളിൽ നിന്ന് ടൂറ് പോകുന്നുണ്ട്. കുറച്ച് ദിവസം മുന്നേ അവൾ ഇതിനായി പണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവളോട് പപ്പയോട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ആലോചിച്ചപ്പോൾ അവളുടെ കൂട്ടുകാരൊക്കെ ടൂറ് പോകുമ്പോൾ അവൾക്കും പോകാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അവൾക്ക് വിഷമമായിട്ടുണ്ടാവും. മോളെ പിക്നിക്കിന് പോകാൻ പണം ചോദിച്ചിരുന്നില്ലേ? ഇത് മറക്കാതെ ടീച്ചർക്ക് കൊടുക്കണം കേട്ടോ. പപ്പ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. താങ്ക് യു പപ്പ. മമ്മയും എനിക്ക് വേണ്ടി ഒരുപാട് കരുതുന്നുണ്ടെന്ന് എനിക്കറിയാം. മോൾ ഞങ്ങളെ മനസ്സിലാക്കിയല്ലോ.